കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുവെന്ന കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ വാദം പൊളിഞ്ഞു. VM വിനു 2020 വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. വീഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെയും എന്ന DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ കുറ്റപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലാണ് കോൺഗ്രസ് വാദം തള്ളുന്നത്. 2020 VM വിനുവും കുടുംബവും വോട്ട് ചെയ്തിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. വോട്ട് നീക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടായിട്ടും വിനു അപേക്ഷ നൽകിയില്ലെന്നും ഇനി പേരു ചേർക്കൽ സാധ്യമാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ വാദം പരിപൂർണമായി തള്ളുകയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. 2020 വോട്ടർ പട്ടിക കഴിഞ്ഞ കുറേ മാസങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിന് ശേഷമാണ് അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ കോഴിക്കോട് കോർപ്പറേഷനിലെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരെന്തും ചെയ്യും. ഇങ്ങനെ കൃത്രിമം കാണിച്ച് അവരെന്തും ചെയ്യാൻ പഠിക്കില്ല. ആ റിപ്പോർട്ടിൻ്റെ ബേസ് തന്നെ മാനിപ്പുലേറ്റഡും ഫാബ്രിക്കേറ്റുമാണ്. വിനുവിനെ കോൺഗ്രസ് അപമാനിച്ചുവെന്നും 2020 വോട്ട് ചെയ്തെങ്കിൽ VM വിനുവിനെതിരെ കേസെടുക്കണമെന്നും CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. വിനു സമൂഹത്തിൽ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സംവിധായകനും അങ്ങനെയുള്ള ആളല്ലേ. പക്ഷെ അയാൾ അപമാനിച്ചതല്ലേ സത്യത്തിൽ കോൺഗ്രസ്. 2020 അയാൾക്ക് വോട്ടർ പട്ടികയിൽ വോട്ടില്ലെങ്കിൽ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ അയാളെ പേര് കേസാണ് എടുക്കേണ്ടത്. അതേസമയം ഇനി സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ വ്യക്തത വന്ന ശേഷം പ്രചരണം തുടർന്നാൽ മതിയെന്ന നിലപാടിലാണ് VM വിനു. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.